എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലാലു തോമസ്. ഞാൻ കൊല്ലം ജില്ലയിലെ തലവൂർ എന്ന പ്രദേശത്ത് താമസിക്കുന്നു. ഞാൻ 15 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രവാസിയാണ്. നാട്ടിൽ എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രൊഫഷനായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് മസ്കറ്റിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും കിട്ടിയ ആ ഒരു ദൈവ ചൈതന്യം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മസ്കറ്റിൽ വെച്ചായിരുന്നു. അവിടെ റോയൽ ഗാർഡ് ഓഫ് ഒമാനിൽ കാറ്ററിംഗ് സെക്ഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് പ്രധാനമായിട്ടും മിലിറ്ററിയുടെ ട്രെയിനിങ് ക്യാമ്പുകളായിരുന്നു. അങ്ങനെ ഹൽബാൻ എന്ന് പറയുന്ന ഒരു മെയിൻ സിറ്റിയിൽ നിന്ന് ഒരു 10-50 കിലോമീറ്ററോളം ഉള്ളിലുള്ള ഒരു ക്യാമ്പാണ്. അവിടെ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. പുറത്തുള്ള ആൾക്കാരുമായിട്ടൊന്നും കൂടുതൽ സംസാരിക്കാനോ അതിനുള്ള ഒരു അവസരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ചയൊക്കെയാണ് പുറത്ത് പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടുവാൻ, ദൈവാനുഭവത്തിലായിരിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. വേറെ ഒരു എൻ്റർടൈൻമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ദൈവത്തെ അടുത്തറിയുവാനും ആ ദൈവാനുഭവത്തിലായിരിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ മാസിനൊക്കെ പോവും. അവിടുന്ന് കിട്ടുന്ന ആ ദൈവാനുഭവം, അതുപോലെ തന്നെ അവിടുന്ന് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വായിച്ച് നമ്മുടെ വിശ്വാസത്തെ ഒന്നും കൂടെ ആഴപ്പെടുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു ദൈവാനുഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഒമാനിലെ സുൽത്താൻ വർഷത്തിൽ 2 പ്രാവശ്യം ഈ നൊയമ്പിൻ്റെ ടൈമിൽ അവിടുത്തെ ഗ്രാമീണരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ഒരു പതിവുണ്ട്. അത് എല്ലാ വർഷവും ഉണ്ട്. അത് 2 മാസം 3 മാസമൊക്കെ നിൽക്കും. കോൺവേ എന്നാണ് അതിന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ RGO സൈന്യത്തോടൊപ്പം പോകാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ വ്യത്യസ്തമായ കാലാവസ്ഥകൾ, എല്ലാം ഓരോ സ്ഥലത്ത് ചെന്ന് ടെൻ്റൊക്കെ അടിച്ചാണ് താമസിക്കുന്നത്. 10 ദിവസം ഒരിടത്താണെങ്കിൽ അടുത്ത് 10 ദിവസം, അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അവിടെ കടന്നു ചെന്നപ്പോൾ ആദ്യമേയൊക്കെ ഭയങ്കര ഈ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന വലിയ പാത്രത്തിലാണെങ്കിലും ഈ കാറ്റൊക്കെ അടിച്ച്, മണൽക്കാറ്റൊക്കെ അടിച്ച് നമ്മളെ കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പം ഇവിടെ ചൂടാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം കടന്നു ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഒരു, കാരണം ഒരു ട്രക്കിംഗ് ആദ്യം ഒരു ഭയങ്കര പാടാണ് നമുക്ക് പുതിയതായിട്ടൊക്കെ ചെല്ലുമ്പോൾ. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി, എന്തുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഈ ചെല്ലുന്നിടത്തെല്ലാം പ്രാർത്ഥിക്കുവാനും ആ പ്രദേശത്തെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുവാനൊക്കെ ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം ആയപ്പോഴാണ് മസ്കറ്റിലെ ഗോനു എന്ന് പറയുന്ന ഭയങ്കര ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായത്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്തു. അതിന് വലിയൊരു അത്ഭുതമായി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ ഒരു അത്ഭുതമായിട്ട് തോന്നിയത്, ഈ പ്രാർത്ഥിച്ച ഈ കടന്നുപോയ സ്ഥലങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് അകപ്പെട്ടില്ല. അവിടെ എല്ലാം ഒരു ആൾക്കാർക്കൊരു കുഴപ്പമൊന്നും ഇല്ലാതെ സംഭവിച്ചു. ഞങ്ങൾ പോലും ഒരാപത്തില്ലാതെ സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു കരുതലും ദൈവത്തിൻ്റെ ഒരു വലിയ ആ സംരക്ഷണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ് ഒരു ക്രിസ്മസിന്, കാരണം അവിടെ ആഴ്ച ഒരു ദിവസമാണ് പള്ളിയിലേക്കൊക്കെ പോകുന്നത്. മസ്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചർച്ചൊക്കെ ഉള്ളത്. ഒരു ദിവസം ക്രിസ്മസിന്, അന്നേരം നമ്മുടെ കൂടെയുള്ള മലയാളികൾ കുറവാണ്.
ഞാൻ വിചാരിച്ച് എന്തുപോലും പോകാമെന്ന് വിചാരിച്ച് അങ്ങ് പോയി. ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വെളുപ്പിന് ഒരു 3 മണി ടൈമായി കാണും. അന്നേരം മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ഈ ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 10-40 കിലോമീറ്റർ ഉള്ളിൽ പോകണം. സാധാരണ ആ വഴിയിൽ ആരും, മരുഭൂമിയാണ്, ആ വഴിയിൽ അങ്ങനെ മിലിറ്ററിക്കാർ മാത്രമേ പോകാറുള്ളൂ. കാരണം അവിടെ ഈ കുറുനരികളും ഒട്ടവും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രാത്രിയിലൊന്നും ആരും സഞ്ചരിക്കാറില്ല. ഞാൻ ചർച്ചിൽ പോയിട്ട് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ആ റൂട്ടിൽ വന്ന് നിൽക്കുക, തിരിച്ച് അങ്ങോട്ട് പോവുകയും വേണം. ടൈം നോക്കിയപ്പോൾ 5 മണി ആവുന്നേ ഉള്ളൂ, ഭയങ്കര ഇരുട്ട്. നമ്മളെങ്ങനെ പോകും എന്നുള്ള ആ ഒരു വ്യഗ്രതയിൽ ഇങ്ങനെ നിന്നപ്പം മനസ്സിൽ അന്നേരം നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം ഒരു വെട്ടം. അന്നേരം ഈ ക്യാമ്പിൻ്റെ വെട്ടമാണെന്ന് വിചാരിച്ച് നോക്കുമ്പം വലിയ ദൂരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അടുത്തടുത്ത് ഇങ്ങനെ. ഞാൻ വിചാരിച്ച അടുത്തല്ലേ, 2 കിലോമീറ്റർ ആ ഒരു ദൂരത്തിലാണ് നമുക്ക് ഇത് കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഞാൻ നോക്കിയപ്പം ഒരു 6 മണി ആയപ്പോഴത്തേന് 6-6:30 ആയപ്പോഴത്തേന് ക്യാമ്പിലെത്തി. അന്നേരം കൂടെ ഉള്ളവരൊക്കെ നീ എങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വന്നു ഇത്രയേറെ, അവർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആരും അങ്ങോട്ട് യാത്ര ചെയ്യാം. അപ്പം അവിടെ എല്ലാം ഒരു നക്ഷത്രം, ഒരു പ്രകാശം പോലെ നമുക്കൊരു വഴി നടത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുവാനും പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാനും ഒക്കെ ഒരു പ്രചോദനമായിട്ടുണ്ട് ആ അനുഭവങ്ങൾ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു മസ്കറ്റിലെ പ്രവാസ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് 2 വർഷത്തോളം വീണ്ടും അവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോരുകയായിരുന്നു ചെയ്തത്. അപ്പം ആ അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളും മനസ്സിൽ രൂപപ്പെടുത്തിയെടുത്ത് ഞാനൊരു പുസ്തകം, ഇതാ നാഥനരികിൽ ഒരു നിമിഷം എന്ന പുസ്തകം മനസ്സിൽ രൂപപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷവും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് പ്രകാശനം ചെയ്യുവാൻ സാധിച്ചു. അതിൽ തീമെന്ന് പറയുന്നത് ബർത്തിമായി ദൈവത്തെ കണ്ട ഒരു അനുഭവമാണ്. അന്ധനായ ബർത്തിമായി ദൈവത്തെ, ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ഈശോയെ അനുഗമിക്കുന്നവനായി മാറി. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലും എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുമാണ് ഞാനത് രചിക്കപ്പെട്ടത്. അത് ഒരുപാട് പേർക്കത് ഊർജം പകർന്നിട്ടുണ്ട് എന്നൊക്കെ വായിച്ച പലരും പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കാരണം നമ്മുടെ കഴിവോ നമ്മുടെ ഒരു ശക്തിയോ ഒന്നുമല്ല, ദൈവത്തിന് നമ്മൾ താഴ്ന്നു നിന്നപ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒരു ഉപകരണമാക്കി കൊടുത്തപ്പോൾ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചു. അത് തുടർന്നുള്ള ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. അന്നേരം ജോലി പോയ ഒരവസ്ഥയാണ്. അങ്ങനെയാണ് വീണ്ടും ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ദുബായ് വിസിറ്റിംഗ് വിസയിൽ പോയി. ദുബായിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് അവിടെ ഒരു 4 സ്റ്റാർ ഹോട്ടലിലാണ്, അബുദാബിയിലെ ഒരു ഹോട്ടലിലാണ് ജോലി കിട്ടുന്നത്. അങ്ങനെ ജോലി കിട്ടി ഒരു 6 മാസത്തോളം കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഫാമിലിയെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി. അപ്പം എനിക്ക് അവിടുത്തെ ഒരു സാലറി എന്ന് പറയുന്ന ഒരു 3000-3500 ദിർഹമാണ് ആ ഒരു ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അന്നേരം നമുക്കൊരു ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഒരു വലിയൊരു ഇത് നമ്മുടെ മുന്നിൽ വേണം. പുള്ളിക്കാരി നേഴ്സിംഗ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ ലൈഫ് ലൈൻ എന്ന ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, അന്നേരം അവിടെ എക്സാം എഴുതി പാസ്സായെങ്കിലേ അവിടെ ജോലി കിട്ടത്തുള്ളൂ. അന്നേരം പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുപോരെ, ഇവിടെ നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതാം. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ റൂം എടുക്കണം, അതിന് 1 മാസത്തെ അഡ്വാൻസ് കൊടുക്കണം, വലിയൊരു എമൗണ്ടൊക്കെയാണ്. അതെല്ലാം സംഘടിപ്പിച്ച് ക്രമീകരിച്ച് അഡ്വാൻസ് എല്ലാം കൊടുത്തു, എല്ലാം ക്ലിയറായി. അങ്ങോട്ട് വിസിറ്റിംഗ് വിസയിൽ പോകണമെങ്കിൽ എയർ ഇന്ത്യയുടെ വിസിറ്റിംഗ് വിസയാണ്. അതിന് ഒത്തിരി ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെയെല്ലാം റെഡിയായി പോകാൻ വേണ്ടിയുള്ള ദിവസങ്ങളെടുത്തു. അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നു
ഇവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല, ഇവിടെ വന്ന് എക്സാം എഴുതിയിട്ട് തിരിച്ചു പോകും, അത് ഓക്കെ ആണെങ്കിൽ തിരിച്ച് ഞങ്ങൾ വിസ തരാം. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ അത് ഇതിന് മുതിരത്തില്ലായിരുന്നു. പക്ഷേ ഇവർ എല്ലാം ആയി കഴിഞ്ഞു, പിന്നെ എന്തും കൽപ്പിച്ചു. അപ്പം ദൈവ ആശ്രയ ഒരു ബോധം, മസ്കറ്റിലെ ആ ദൈവാനുഭവം നമ്മളെ വീണ്ടും ദൈവത്തെ ഒന്നും കൂടെ മുറുകെ പിടിക്കുവാൻ ഒരു അവസരമായിരുന്നത്. അങ്ങനെ എന്തുമായാലും കയറി വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്നു. അന്നേരം 2 മാസത്തെയാണ് വിസ. അന്നേരം ഞങ്ങൾ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം റെസ്യൂം കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ എങ്ങൊന്നും വിളിക്കുന്നില്ല. അന്നേരം തിരിച്ച് വരാനുള്ള ഒരു ടൈമായി, അതായത് 2 ദിവസം കൂടെ ഉള്ളൂ നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ. അപ്പോഴും ഞങ്ങൾ ആ ഒരു പ്രത്യാശ കൈവിടാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ അവിടെ ഹംദാൻ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ആ സിഗ്നലിൻ്റെ അവിടെയൊക്കെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ ആ ഒരു വിശ്വാസം. വൈഫിൻ്റെ പേര് ആൻസി എന്നാണ്. വൈഫിൻ്റെ ഒരു ഫ്രണ്ട് വഴി അവിടെ ദമാൻ ഇൻഷുറൻസ്, അത് ഗവൺമെൻറ് സെമി ഗവൺമെൻറ് ഒരു സ്ഥാപനമാണ്. ഇങ്ങനെ പറഞ്ഞാൽ അവിടെ ഒന്ന് CV കൊണ്ട് കൊടുത്തു നോക്ക്, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അറിയാം. അങ്ങനെ ഒരിക്കലും ഒരിടത്തൊരു CV കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇൻ്റർവ്യൂവിന് അവർ വിളിക്കാറില്ല. ഇത് ഇൻ്റർവ്യൂവിന് അന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്നേരം തന്നെ അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പാസ്സായിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ തിരിച്ച് വിസ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കാര്യങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പം ഇവിടെ വലിയൊരു സംഭവം നമ്മുടെ മുന്നിൽ, ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാതെ വിസ അടിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. കാരണം ആൾ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തിരിക്കുക. തിരിച്ചു പോയില്ലെങ്കിൽ അവർക്ക് വലിയൊരു ഫൈൻ വരും. അതുകൊണ്ട് അവർ അത് എഴുതി തരത്തില്ല. അവിടുന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അന്നേരം അവിടെ സ്ഥലങ്ങളോ ഭാഷയോ ഒന്നും നമുക്കത്ര അറിയത്തില്ല, ആരും നമുക്കത്ര ഒരു പരിചയം. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു 6 മാസം ആവുന്നതേ ഉള്ളൂ, ആരുമായിട്ടൊരു പരിചയമോ ഒന്നുമില്ല. അപ്പം ഞങ്ങളെ ആ മുന്നോട്ട് നയിച്ചത് ഒരു ആ ജപമാല പ്രാർത്ഥന. ഞങ്ങളുടെ കയ്യിൽ ജപമാലയുണ്ട്, അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്നപ്പോൾ ഈ വണ്ടി കയറുന്നിടത്ത് അവിടെ നിന്ന് ടാക്സിയാണ്, ബസ്സോ എങ്ങോട്ടോ പോകണമെന്നൊന്നും അറിയത്തില്ല. അന്നേരം അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ വിസിറ്റിംഗ് വിസ റിന്യൂ ചെയ്യാൻ, ഇല്ലെങ്കിൽ നീട്ടി തരുവാൻ വേണ്ടി എഴുതി മേടിക്കണം. നമുക്കൊന്നും അറിയത്തുമില്ല, പോലീസ് സ്റ്റേഷനിലൊക്കെ ഇവിടുത്തെ സ്ഥിതി എങ്ങനെ, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ ഒരു ഉൾപ്രദേശത്താണ് ഈ സ്റ്റേഷൻ വരുന്നത്. അവിടെ പോകണമെങ്കിൽ അവിടെ അബുദാബിയിലൊക്കെ ടാക്സിയാണ്, പട്ടാണി ടാക്സി എന്നൊക്കെ പറയും. നമ്മൾ 3-4 പേരൊക്കെ ചേർത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇന്ന് എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. അതിൻ്റെ പിറ്റേന്ന് തന്നെ തിരിച്ച് വരികയും വേണം, വിസയുടെ കാലാവധി തീരുക, വിസിറ്റിംഗ് വിസയുടെ. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഒരു മലയാളിയെ തോന്നി, ഞങ്ങൾ ഇതുപോലെ കാര്യം പറഞ്ഞു അതിന് കുഴപ്പമില്ല, ടാക്സി കയറി ഇന്നടുത്ത് ചെന്നിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പം ടൈം എന്ന് പറയുന്നത് ഒരു 2 മണിയാണ്. അന്നേരം അവിടുത്തെ ഓഫീസെല്ലാം ഉച്ചകഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടി ക്ലോസ് ചെയ്യും, പിന്നെ ആരും കാണത്തില്ല. അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ കുറേ അറബികളാണ് ഇരിക്കുന്നത്, സ്ത്രീകളാണ് പോലീസുകാർ. അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് അവർക്കും മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആകെ വിഷമിച്ചു. അന്നേരം വിചാരിച്ചു ഇനി കാര്യങ്ങളൊന്നും നടക്കും. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇനി നാളെ വാ, ഇന്ന് ക്ലോസ് ചെയ്യാൻ പോവുക കാര്യങ്ങൾ, ഇതിവിടെ പറ്റത്തില്ല. കാരണം വിസ ചേഞ്ച് ആക്കണമെങ്കിൽ നമുക്ക് ഏത് ഫ്ലൈറ്റിലാണോ, ഇപ്പം എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ അവരത് ക്യാൻസലാക്കി തരണം. പക്ഷേ അവർ ക്യാൻസലാക്കത്തില്ല, എന്ന് വെച്ചാൽ അവർക്ക് ഫൈൻ വരും. അതുകൊണ്ട് ആ ഒരു കാര്യമേ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിഷമിച്ച് തിരിച്ച് അവിടെ നിന്നും സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വാതിക്കെ വന്ന് നിന്നപ്പോൾ അവിടെ തൂക്കുന്ന ഒരു പയ്യൻ കണ്ടപ്പോൾ ഒരു തമിഴ് ആളാണെന്ന് തോന്നി. അന്നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു എങ്ങനെ ഇതെന്താ? അന്നേരം പറഞ്ഞു, അവൻ ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞു അകത്ത് ഒരു മലയാളി സാറുണ്ട്, സാറിൻ്റെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്ക്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റേഷൻ്റെ അകത്ത് കയറി ചെന്നപ്പോഴത്തേന്
ഒരു മലയാളി ബഷീർ സാർ എന്നാണ് പേര്. സാറ് തിരുവനന്തപുരത്തുള്ള സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പുള്ളി അന്നേരം ഇങ്ങനെ ഇത്തിരി നേരം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, ഇതുപോലൊരു കേസുമായിട്ട് ഒരു പയ്യൻ, ഒരു ആന്ധ്രക്കാരനാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്കൊന്നും പരിചയമൊന്നുമില്ല, ഇങ്ങനെ വന്നിട്ടുണ്ട്. അവൻ ദുബായിലുണ്ട്. അവൻ നാളെ ഇതേ കേസ് തന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ ക്യാൻസലാക്കിയത് ക്ലിയറൻസ് ചെയ്തു. ഒരു കാര്യം ചെയ്യും, അവനെ ഒന്ന് ചെന്ന് കണ്ടു നോക്ക്, എന്തേലും ഒരു വഴി റെഡിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാരിക്ക് തിരിച്ചു വരാറുണ്ട്, ലഗേജ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. വീണ്ടും ഞങ്ങൾ അവിടുന്ന് ദുബായിലേക്ക് പോയി അവിടെ ചെന്ന് എംബസിയിൽ അന്വേഷിച്ച് ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇങ്ങനെ ആരും ചെയ്യത്തില്ല. അങ്ങനെ ഇവനെ കണ്ടുപിടിച്ചു. ഇവനും കൂടെ വന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു 1000 ദിർഹം ഫൈൻ അടച്ചാൽ മതി, ഇതിങ്ങനെ ക്ലിയറാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കത് അവിടെ ക്ലിയറായി വീണ്ടും തിരിച്ച് അബുദാബിയിലേക്ക് വന്ന് ഇവിടെ ഈ കമ്പനിയിൽ കയറിയിട്ട് അവിടുന്ന് ഓഫർ ലെറ്റർ മേടിച്ചുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് വരാൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. അതായത് മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യം ആകാത്ത ഒരു സംഭവമാണ്. നമുക്ക് മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പക്ഷേ അവിടെ എല്ലാം ദൈവം നമുക്ക് കൂട്ടായി വന്നു. ആ ഒരു വലിയൊരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് സമയങ്ങളിൽ ദൈവമായിട്ട് ചേർന്ന് നിൽക്കുവാൻ ഇതെല്ലാം ഒരു മുഖാന്തരമായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു 3 വർഷത്തോളം ലേറ്റായിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പം അബുദാബി വെച്ച് തന്നെയായിരുന്നു മൂത്ത മോളിൽ. 8 മാസം ആയപ്പോഴത്തേന് ഫ്ലൂയിഡ് തീരെ കുറവായിരുന്നു. അങ്ങനെ കിട്ടത്തില്ല എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. പക്ഷേ അവിടെ എല്ലാം നമ്മളെ ഈ നയിച്ച ദൈവത്തിലുള്ള ഒരു വിശ്വാസം നമുക്ക് വളരെ ബലം പകർന്നു. അങ്ങനെ ദൈവത്തെ എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ആ ഒരു ബലം നമുക്ക് പകർന്നു തന്നു. അതിനുശേഷം ഞാൻ ഓർക്കുകയായിരുന്നു, എനിക്ക് എത്തിഹാദ് എയർവേസിൽ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. പുള്ളിക്കാരിക്ക് ദമാൻ ഇൻഷുറൻസ് അല്ലേ, അത് സെമി ഗവൺമെൻറ് ആണ്, നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു പ്രതിസന്ധി നമ്മളെ നേരിട്ടത്. അതായത് അവിടെ ഫൈനാൻസ് ക്രൈസിസ് വന്നപ്പോൾ എൻ്റെ ജോലിക്ക് പ്രശ്നം വന്നു, ജോലി നഷ്ടപ്പെട്ടു പോയി. അപ്പം ഒരു 2 വർഷത്തോളം വെറുതെ നിൽക്കേണ്ടതായിട്ടൊരു അവസരം വന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൈവിക അനുഭവമായിരുന്നു. അങ്ങനെ നിന്നപ്പോഴും അവിടെ നമ്മുടെ കത്തോലിക്ക കമ്മ്യൂണിറ്റിയിൽ, അവിടെയാണ് മലങ്കര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ വിശുദ്ധ കുർബാന കൊടുക്കാനുള്ള ഒരു അത് വൈദികർക്കും സിസ്റ്റേഴ്സിനും മാത്രം ഉള്ള ഒരു ഇതാണ് വിശുദ്ധ കുർബാന കൊടുക്കാൻ. അപ്പം ദുബായ്, അബുദാബി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ, ഇല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജനം ഭയങ്കര കൂടുതലാണ്. അന്നേരം ഉള്ള വൈദ്യരെ കൊണ്ടോ സിസ്റ്റേഴ്സിനെ കൊണ്ടോ മാത്രം കുർബാന കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അൽമായരിൽ നിന്നും സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ബിഷപ്പ് ബ്ലെസ് ചെയ്ത് കുറച്ച് പേരെ എടുക്കും. ആ കൂട്ടത്തിൽ എനിക്കും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വലിയൊരു അവസരം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു അത്. ഒരു അൽമായനെ സംബന്ധിച്ച് ഒരിക്കലും എങ്ങനെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വിശുദ്ധ കുർബാന നമ്മുടെ കരങ്ങൾ കൊണ്ട് കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അങ്ങനെയാണ് ഒരു മഷ്റൂം ഫാമിംഗ് തുടങ്ങിയത്. അവിടെയും ദൈവം വലിയ അത്ഭുതമാണ്. ഒരു ഫാർമർ എന്ന നിലയിൽ നിന്നും ഒരു എൻ്റർപ്രണർ എന്ന നിലയിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം. കാരണം ഇപ്പം പലരും ചോദിച്ചു, എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പബ്ലിസിറ്റി, ഇതൊന്നും നമ്മുടെ കഴിവല്ല. ദൈവം ഓരോ സമയത്ത് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അനുഭവം ഇപ്പോഴും അത് തുടർന്നുണ്ട്. ഞാൻ ഇപ്പോഴും പലപ്പോഴും വിചാരിക്കും, ഒരു ഷെഫായിരുന്ന എനിക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ്
തുടങ്ങാൻ സാധിക്കും. അപ്പം അതിലൂടെ നമ്മൾ മറ്റുള്ളവർക്കും, ഇപ്പം നമ്മൾ വളരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു മനസ്സ്, അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. അവിടെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇപ്പം നമ്മൾ 100ഓളം ഫാർമേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരിൽ നിന്നും നമ്മൾ മഷ്റൂം കളക്ട് ചെയ്ത് അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി വലിയൊരു സഹായമാണ് നമുക്ക്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മാത്രം പറയാം. ഈ കൃപയ്ക്ക് കീഴിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ നമ്മളിലൂടെ പ്രവർത്തിക്കും എന്നുള്ളതിന് വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്.